ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയ്ക്കടുത്തുള്ള കൃഷ്ണ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഞാനിന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ കൊണ്ടപ്പള്ളി ഫോർട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. കൊണ്ടപ്പള്ളി കോട്ട അഥവാ കൊണ്ടപ്പള്ളി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിൽ ടോപ്പിലാണ്. അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ഒരുപാട് കയറ്റം കയറിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊണ്ടപ്പള്ളി ഫോർട്ട് എത്താറായി. അതെന്താ സംഭവം ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ട് പറയുക. കൊണ്ടപ്പള്ളി ഫോർട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്ത് പറയാം. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു വിഷയമില്ല. ഫോറസ്റ്റിനടുവിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പറാണ്, നല്ല വളരെ ഉയരമുള്ള മൗണ്ടൻസൊക്കെയാണ്, സൂപ്പറാണ്. പക്ഷേ റോഡ് ഇത്തിരി സ്ട്രഗിളാണ്, കുറേ വണ്ടിയൊക്കെ വരും. കൊണ്ടപ്പള്ളി ഫോർട്ടിലേക്കുള്ള യാത്രാമധ്യേ വളരെ മനോഹരമായ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ഉയരമുള്ള മൗണ്ടൻസൊക്കെ ഉണ്ട്. ഈസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങളാണിത്. അവിടെ താഴ്വാരം വളരെ വിശാലമായ പ്രദേശമാണ്. ഒറ്റനോട്ടത്തിൽ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം. പക്ഷേ ഇവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല. പകരം ഒരുപാട് ടിപ്പർ ലോറികൾ വന്നിട്ട് ഇവിടുന്ന് ഈ മണൽ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. മേ ബി എന്തെങ്കിലും വ്യവസായ ആവശ്യത്തിനായിരിക്കാം ഇവർ ഈ മണലൊക്കെ ഉപയോഗിക്കുന്നത്. കൊണ്ടപ്പള്ളി കോട്ടയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തായിട്ട് സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം കണ്ടു. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സിംഹവാലൻ കുരങ്ങുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഉൾപ്പെടുന്നവയാണ്. ഞങ്ങൾ ബുള്ളറ്റ് വരുന്നത് കണ്ടിട്ട് ഇവന്മാർ ഓടിക്കളയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 5 എണ്ണത്തിനെ കണ്ടു. പിന്നീട് സിംഹവാലൻ കുരങ്ങുകൾ മാത്രമല്ല, ഇവിടെ നോർമൽ കുരങ്ങന്മാരുണ്ട്. പക്ഷേ അവന്മാർ മാറത്തരത്തൊന്നുമില്ല. ഏകദേശം 11:30യോടുകൂടി ഞങ്ങൾ കൊണ്ടപ്പള്ളി ഫോർട്ടിൽ എത്തിച്ചേർന്നു കേട്ടോ. കൊണ്ടപ്പള്ളി ഫോർട്ടിലേക്ക് നമുക്ക് കാറിലും ബസ്സിലൊക്കെ വരാം. ഞങ്ങൾ വരുന്നത് ബുള്ളറ്റിലാണ്. കുത്തനെയുള്ള കയറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിൽ ടോപ്പിലാണ്. അപ്പോൾ നമുക്ക് കുത്തനെയുള്ള കയറ്റം കയറാൻ ഏറ്റവും നല്ലത് ബുള്ളറ്റ് തന്നെയാണ്. ഫോർട്ടിൻ്റെ കവാടത്തിൽ തന്നെ സന്ദർശകർക്കുള്ള സമയം എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 10:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശകർക്കുള്ള സമയം. ഫുഡ്, ഡ്രിങ്ക്സ്, സ്നാക്സ് ഒന്നും കോട്ടയ്ക്കുള്ളിൽ അനുവദനീയമല്ല. കോട്ട സന്ദർശിച്ചതിന് ശേഷം ഇവിടെ അടുത്തൊരു മസ്ജിദുണ്ട്. മസ്ജിദിൻ്റെ സൈഡിലായിട്ട് കടകളുണ്ട്. ആ കടകളിൽ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുക, സ്നാക്സ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കോട്ടയുടെ മുൻഭാഗം. വളരെ ഉയർന്ന ഒരു കെട്ടിടം, മുഴുവൻ ഗ്രാനൈറ്റിനാൽ നിർമ്മിതമായ ഒരു കെട്ടിടമാണ്. കോട്ടയുടെ ഇടതും വലതുവശത്തേക്ക് വളരെ ഉയർന്നു നിൽക്കുന്ന മൗണ്ടൻസാണ്. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഫോർട്ടിനുള്ളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാൾക്ക് 30 രൂപയാണ് പ്രവേശന ഫീസ്. ഫോറിനേഴ്സിന് അത് 300 രൂപയാവും. ഫോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഫോർട്ട് ചരിത്ര അന്വേഷകർക്ക്, ചരിത്രം പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫോർട്ടിനകത്തുള്ളത്. Memory is the treasure house of the mind wherein monuments thereof are conserved for the future generation. തീർച്ചയായും നമ്മൾ ഈ കോട്ടയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് കോട്ടയുടെ ഒരു ഓവറോൾ മാപ്പാണ്. ഞങ്ങൾ ഈ മാപ്പിൻ്റെ ചിത്രങ്ങളൊക്കെ മൊബൈലിൽ പകർത്തി. കോട്ട വളരെ വിശാലമായ കോട്ടയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വഴി തെറ്റുവാണെങ്കിൽ തിരിച്ച് കറക്റ്റ് ഡയറക്ഷനിൽ വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത് കേട്ടോ. പിന്നീട് നമ്മൾ ചെല്ലുന്നത് ദർബാർ ഹാളിലേക്കാണ്. അവിടെ നമ്മൾ വരവേൽക്കുന്നത് കുത്തബ് ഷാഹി രാജവംശത്തിലെ പ്രധാനപ്പെട്ട സുൽത്താൻമാരുടെ പേരും അവർ ഈ കോട്ട ഭരിച്ചിരുന്ന കാലയളവൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കോട്ട സന്ദർശിക്കുന്നത് വീക്കെൻഡിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സന്ദർശകരുണ്ടായിരുന്നു. വീക്ക് ഡേയ്സിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായും ഇവിടെ വളരെ ക്വയറ്റായിരിക്കും. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് തന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു പ്രദേശത്താണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കയറി വരുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരു വശം കാടും മറുവശത്ത് അഗാധമായ ഗർത്തമാണ്. വേറെ ബിൽഡിങ്ങോ കൺസ്ട്രക്ഷൻസോ ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളത് ഈ കോട്ടയ്ക്ക് അടുത്തായിട്ടൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദ് ആര് നിർമ്മിച്ചതാണെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും മുഗൾ വംശ സുൽത്താൻമാരുടെ പീരീഡിൽ അവർ നിർമ്മിച്ചതാവും. പിന്നീട് ഈ മസ്ജിദിനെ ചുറ്റിപ്പറ്റി 1-2 കടകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും സ്നാക്സൊക്കെ കിട്ടും. പിന്നെ അവിടെ കണ്ടൊരു അട്രാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൊണ്ടപ്പള്ളി ബൊമ്മലു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി. അതിന് കാരണമുണ്ട്. കാരണം കൊണ്ടപ്പള്ളി ബൊമ്മലു നിർമ്മിക്കുന്നത് ഹാൻഡ് മെയ്ഡായിട്ടാണ്, മെഷീൻ മെയ്ഡല്ല. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെ ഇവിടെ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊണ്ടപ്പള്ളി ഫോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് കേട്ടോ. ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. കോട്ടയുടെ ഒരു വശം മുഴുവൻ മലനിരകളാണ്. ഈസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളെ ചുറ്റപ്പെട്ടിരിക്കുന്ന കോട്ട എന്ന് വേണം പറയാൻ.
കൊട്ടപ്പള്ളി ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. റെഡ്ഡി രാജവംശത്തിലെ പ്രളയവേമ റെഡ്ഡിയാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു വ്യാപാര വാണിജ്യ കേന്ദ്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഒരുപാട് ഡൈനാസ്റ്റികളുടെ കയ്യിൽ ഈ കോട്ട വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് കൾച്ചറൽ ഐഡൻറ്റിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡിൽ മസ്ജിദാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗണപതിയുടെ വിഗ്രഹം കാണാൻ പറ്റും. അത് പലതരം ഡൈനാസ്റ്റികൾ ഈ കോട്ട ഭരിച്ചിരുന്നതിനൊരു തെളിവാണ്. റെഡ്ഡി രാജവംശത്തിൽ നിന്ന് പിന്നീട് ഇത് ഒഡീഷയിലെ ഗജപതി ഡൈനാസ്റ്റികൾ ഈ കോട്ട ഭരിച്ചിരുന്നു. ഗജപതി ഡൈനാസ്റ്റികളിൽ നിന്ന് പിന്നീട് ബാപ്നി സുൽത്താൻമാർ ഇത് പിടിച്ചടക്കി. പിന്നീട് കുത്തബ് ഷാഹി രാജവംശം ഈ കോട്ട ഭരിച്ചിരുന്നതായി കാണപ്പെടുന്നു. പിന്നീടാണ് മുഗൾ ഭരണാധികാരികൾ ഈ കോട്ട പിടിച്ചെടുക്കുകയും അവരിത് ഭരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ കോട്ട ഭരിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. സ്വാതന്ത്ര്യാനന്തരം അത് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് കോട്ടയുടെ ഒരു ചരിത്രം എന്ന് വിശേഷിക്കപ്പെടുന്നു. സെഞ്ചുറിയിൽ ഒറ്റക്കല്ലിൽ പെടുന്ന ശില്പങ്ങളാണ്. കുഡ് ബി നന്ദിയുടെ ശില്പമാണ്. ആൻഡ് ദിസ് ഈസ് ഫ്ലവർ ഡിസൈനാണ്. എല്ലാത്തിനും 15-16 നൂറ്റാണ്ടിൽ ഉള്ള ശില്പങ്ങളാണ്. ഒറ്റക്കല്ലിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫോർട്ടിന് താഴെയുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കിട്ടുന്നത്. ഇവിടെയൊക്കെ കൽപ്പടവുകളുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ മൗണ്ടെയ്ൻസാണ്, വലിയ മൗണ്ടെയ്ൻസാണ്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ദൂരെ നമുക്ക് കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഒരു വീക്കെൻഡാണ്, അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കൊണ്ടപ്പള്ളി ബൊമ്മലു ഈ കോട്ടയുടെ ഏറ്റവും മികച്ച അട്രാക്ഷൻസാണ് നമ്മൾ ഈ കാണുന്ന ബൊമ്മലുസ്. ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ അതീവ സങ്കീർണമാണ്. ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആസ് വെൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഹൈന്ദവ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും ദേവന്മാരും ദേവതകളും ദൈനംദിന ജീവിതത്തിലെ രംഗങ്ങളുമൊക്കെയാണ് ഈ ബൊമ്മലു നിർമ്മിക്കാൻ പശ്ചാത്തലമാകുന്നത്. നമ്മളീ കാണുന്ന ഓരോ ബൊമ്മലുവും ഹാൻഡ് ക്രാഫ്റ്റ് ആർട്ടിൽ നമ്മുടെ പൂർവികർക്ക് എന്തോരം വൈദഗ്ധ്യമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കൊണ്ടപ്പള്ളി ബൊമ്മലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവരോട് കൊടുത്തിട്ടുണ്ട്. തടിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. മരം വെട്ടി തടി കട്ട് ചെയ്ത് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഫസ്റ്റ് ലെയർ ഓഫ് പെയിൻറ്റിങ്, സെക്കൻഡ് ലെയർ ഓഫ് പെയിൻറ്റിങ്, പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് ബൊമ്മകൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊമ്മകൾ ഉണ്ടാക്കുകയാണ്. തീർച്ചയായും ഇത് നമ്മുടെ പൂർവികർക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ആർട്ടിൽ അവരുടെ വൈദഗ്ധ്യം വെളിവാക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട അവരുടെ മാപ്പ് പ്രകാരം ഇനിയിപ്പോൾ നടുമുറ്റാണ്. നമ്മളിന്ന് നടുമുറ്റത്തേക്ക് എത്തി. ഇതാണ് ഫോർട്ടിൻ്റെ നടുമുറ്റം. മുകളിലേക്കൊക്കെ കയറാം നമുക്ക്. അടിപൊളി മൗണ്ടെയ്ൻസ്. ഈ ഫോർട്ടിൻ്റെ നടുമുറ്റം എന്ന് ഞാൻ പറയാം. ആക്ച്വലി ഇത് ഫോർട്ടാകുമ്പോൾ ആർമിക്ക് അസംബിൾ ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ്. ഒരു ചെറിയൊരു ആർമി ഉണ്ടാവും, ആ ആർമിക്ക് അസംബിൾ ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ്. ഓക്കെ, സോ ഈ ഫോർട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. സോ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് നമുക്ക് കയറി ഫോർട്ടിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ നമുക്കൊരു ബെറ്റർ വ്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു.
എൻ്റെ നോർമൽ ക്യാമറ ഇവിടെ അലൗഡ് അല്ല. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 rupees അഡീഷണൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകൾ. ഇവിടെയും ആർമി കാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആർമി പെട്രോൾ ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ബിക്കോസ് ദേ ഗെറ്റ് യുനോ അവർക്കൊരു ആകാശ വ്യൂ കിട്ടും. സോ ഇനി ഹലോ ഫ്രണ്ട്സ്, ഹായ്. പുതു തലമുറപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേർ നമ്മളിവിടെ കൂടിയെന്നാണ്. ഇത് നമ്മൾ കയറി വന്ന സ്ഥലം. അപ്പോൾ കൊള്ളാം. ഫോർട്ടിൻ്റെ മുകൾ ഭാഗം അതിഗംഭീരം. ഇവിടെ കാവൽ നിൽക്കുന്ന സൈനികന് അല്ലെങ്കിൽ ആർമിമാന് ഫോർട്ടിൻ്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടും. ദൂരത്തു നിന്ന് വരുന്ന ശത്രുക്കളെ അവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്ന തരത്തിലാണ് ഈ ഫോർട്ടിൻ്റെ നിർമ്മാണം. ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഈ ഒരു സൈഡ് മൗണ്ടൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ സാന്നിധ്യം ഈ സൈഡിൽ നിന്ന് വരില്ല. സോ ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദ അതർ സൈഡ്. ഫോർട്ടിൻ്റെ നടുമുറ്റം ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആ കൽക്കെട്ടുകളുണ്ടാവും. ആ ഭാഗത്ത് നിന്നായിരിക്കണം ഇവിടുത്തെയുള്ള കാവൽക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇതാണ് അതർ സൈഡ്. ഇവിടെയുണ്ടൊരു നടുമുറ്റം പോലെ ഒരു സ്പേസ്. നമ്മൾ ഈ കൽപ്പടവുകളൊക്കെ കയറിയിട്ട് കോട്ടയുടെ വേറൊരു ഭാഗത്തേക്ക് പോവാണ്. ഇവിടെയുണ്ട് പ്രൊട്ടക്റ്റഡ്. ഇവിടെ ഈ മൗണ്ടൈൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ സാന്നിധ്യം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഇവർ തിരഞ്ഞെടുത്തത്. പിന്നെ ഈ ഫോർട്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റൊക്കെ വളരെ വലിയ മൗണ്ടൈൻസ് ആണ്. അപ്പോൾ ഈ ഏരിയ എന്ന് വെച്ചാൽ 1 or 2 സൈഡ് ആർമിക്ക് നോക്കിയാൽ മതി. അത് 2 സൈഡിൽ മൗണ്ടൈൻസ് ആണ്. അവിടെ നിന്ന് കയറി ശത്രുക്കൾക്കൊന്നും കയറി വരാൻ പറ്റില്ല. സോ അത് തന്നെയാണ്. പിന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ സാന്നിധ്യം ഒരുപാടുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഫുൾ ഗ്രാനൈറ്റ് അല്ലേ. ഇത് മുഴുവൻ ഈ മൗണ്ടൈൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ മൗണ്ടൈൻസിൽ ഇഷ്ടംപോലെ ഗ്രാനൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബിൽഡിങ് പണിയുന്നു. സോ ഈസിലി നോക്കി ഈ സൈഡൊക്കെ ഫുള്ള് മൗണ്ടൈൻസ് ആണ്. സോ പ്രത്യേകിച്ച് ഒരു ഗാർഡിങ്, ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ആവശ്യമില്ല. ഈ ലൊക്കേഷൻ ഇറ്റ്സെൽഫ് പ്രൊവൈഡിങ് എ ഗുഡ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മലമുകളിൽ ആക്ച്വലി അവിടെ ഒരു ഒബ്സർവേഷൻ പോയിൻ്റ് ഉണ്ട്. സൈനികന് കാവൽ നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു കോട്ട അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഒബ്സർവേഷൻ പോയിൻ്റാണ്. ഇപ്പോൾ ആൾക്കാർ അവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ അവിടെ കാവൽ നിൽക്കുന്ന സൈനികന് ആ പർവ്വതത്തിൻ്റെ താഴ്വാരം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി സസ്പീഷ്യസ് മൂവ്മെൻറ്റ് അയാൾക്ക് ട്രേസ് ചെയ്യാനും ഇവിടെ മറ്റ് സൈനികർക്ക് അലാറം കൊടുക്കാനും സാധിക്കും. ഗ്രാനൈറ്റുകൾ ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീടൊരു സംശയം ഉണ്ടായത് എന്ത് മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ഗ്രാനൈറ്റ് കല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ചേക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും സിമൻ്റ് അല്ല, കാരണം സിമൻ്റ് വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. എന്തായാലും സിമൻ്റ് ആകാൻ സാധ്യതയില്ല. പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ചുണ്ണാമ്പ് മിശ്രിതമാണ്. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കി
അതിലേക്ക് വെള്ളവും മണലും കലർത്തി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചുണ്ണാമ്പ് മിശ്രിതം ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രരേഖകൾ പറയുന്നു. പിന്നീട് ചുണ്ണാമ്പ് കല്ലും ചക്കരയും ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിച്ചതായിട്ടും അന്ന് പ്രാചീന കാലത്ത് ഉപയോഗിച്ചതായിട്ടും ചരിത്രരേഖകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതിലേത് മിശ്രിതമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നതെന്ന് വ്യക്തമല്ല. ലബോറട്ടറിയിലുള്ള ടെസ്റ്റിലൂടെയൊക്കെ മാത്രമേ അത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പിന്നെ 14 നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടയിലേക്ക് മോഡിഫിക്കേഷനും അഡീഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ട് ഈ വ്യൂ ഒന്നുകൂടി കാണുകയാണ് കേട്ടോ. അതിമനോഹരമായ സ്ഥലം, പ്രകൃതി ഭംഗി ആവോളം നുകരാൻ നമുക്കിവിടുന്ന്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കൃഷ്ണാനദി അവ്യക്തമായിട്ടാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൊണ്ടപ്പള്ളി ഫോർട്ട് സന്ദർശിക്കുമ്പോൾ നമ്മൾ സന്ദർശിക്കാൻ അനുയോജ്യമായ ഒരു ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരിയാണ്. ഈ മാസങ്ങളിൽ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആൻഡ് കൂളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു ഷൂ ധരിക്കുക, കാരണം നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അത് സ്റ്റെയറിൻ്റെ മുകളിൽ കൂടി ആണെങ്കിലും പാറയുടെ മുകളിൽ കൂടിയാണ് കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കംഫർട്ടബിളായ ഒരു ഷൂ കരുതുക. പിന്നെ കുറച്ച് വെള്ളം കരുതുക, കീപ്പ് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുക. അത്യാവശ്യം വെയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ അവിടെയൊക്കെ ഈ ആൾക്കാർ നിൽക്കുന്നു. എല്ലാ മൗണ്ടൈൻസിൻ്റെ മുകളിലും ഈ ആൾക്കാർക്ക് നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. 1 2 3. കൊണ്ടപ്പള്ളി ഫോർട്ടിൽ നിന്ന് നമ്മൾ എവിടെ വാങ്ങാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും വിജയവാഡയിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യുക. ഇവിടെ ഈ ഫോർട്ട് മാത്രമല്ല, വേറെ ഒരുപാട് ഫോർട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. 1 or 2 നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. ബൈ ബൈ.